ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രോപ്പ് ഫേംസ് അല്ലെങ്കിൽ ഫണ്ടഡ് ചലഞ്ചസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, സോ കുറേ പേർ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു ഏതാണ് ബെസ്റ്റ് പ്രോപ്പ് ഫേം അല്ലെങ്കിൽ പ്രോപ്പ് ഫേം കൊണ്ടുള്ള നമുക്ക് എന്താണ് അഡ്വാൻറ്റേജ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ. സോ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും കുറേ പ്രോപ്പ് ഫേംസ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. ഫണ്ടഡ് ചലഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പുറമെ ഇൻ്റർനാഷണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പല ടൈപ്പ് ഓഫ് പ്രോപ്പ് ഫേംസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അതിൽ നിന്ന് ഏതാണ് ബെസ്റ്റ്, എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. സോ ഫണ്ടഡ് ഫേംസ് അല്ലെങ്കിൽ പ്രോപ്പ് ഫേംസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക്. അതായത് നമുക്കൊരു കമ്പനി നമുക്കൊരു സർട്ടൻ എമൗണ്ട് നമുക്ക് തരാൻ ട്രേഡ് ചെയ്യാൻ. അതായത് നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ചെറുതായിരിക്കാം, നമ്മളൊരു ഫീസ് അതിന് പേ ചെയ്ത് നമ്മുടെ സ്കില്ല് യൂസ് ചെയ്ത് 2 ചലഞ്ചസ് ഉണ്ടാവും, ഫേസ് ഉണ്ടാവും. അവർ തരുന്ന ആ ചലഞ്ചസ് പാസ്സായതിനു ശേഷം നമുക്ക് ലൈവ് അക്കൗണ്ട് തരും. ആ ലൈവ് അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് അതിന് പ്രോഫിറ്റബിൾ ആയി കഴിഞ്ഞാൽ അതിനൊരു 80% അല്ലെങ്കിൽ 90% ഷെയർ നമുക്ക് തരും. അതാണ് പ്രോപ്പ് ഫേംസിൻ്റെ നോർമൽ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രോപ്പ് ഫേംസ് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. അതായത് നമ്മളൊരു ബിഗിനർ ട്രേഡറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റൽ തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരുടെയും പ്രശ്നം ക്യാപിറ്റലാണ്. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും നമ്മുടെ ട്രേഡിങ്ങിലേക്ക് ക്യാപിറ്റൽ ഇറക്കുന്ന ടൈമിൽ, അതായത് ഫസ്റ്റ് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഒരു വലിയ കൺസേൺ അത് തന്നെയാണ്. കാരണം ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഇതിനൊരു ലിമിറ്റുണ്ട്. ഓക്കെ, സോ നമ്മുടെ കയ്യിൽ $50 ആണ് അല്ലെങ്കിൽ $100 ഉള്ളൂ. ആ $100 വെച്ചിട്ട് ഒരു നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. ആ ഒരു $100 പെട്ടെന്ന് പോയി പോകാനുള്ള ചാൻസും ഹൈ ആണ്. പിന്നെ മാർക്കറ്റിൽ സ്റ്റേബിളായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുക എന്ന് പറയുന്നതും അത് വേറൊരു ഇതാണ്. ഇത് റൂൾ ഫോളോ ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പ് ഫേംസ് അല്ലെങ്കിൽ ഫണ്ടഡ് ചലഞ്ചസ് കൊണ്ടുള്ള യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു $100 ഉണ്ടെങ്കിൽ നമുക്കൊരു $10,000 ചലഞ്ച് അക്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഞാൻ FTMOയുടെ കേസ് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല ഫണ്ടഡ് ഫേംസ് കാര്യങ്ങൾ യൂസ് ചെയ്ത ആളാണ്. അത് നിങ്ങൾക്ക് എൻ്റെ ഡിസ്കോഡ് ചാനലിൽ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചലഞ്ച് പാസ്സാവുന്നതുമെന്നുള്ള പിന്നെ പ്രോഫിറ്റ് വിഡ്രോവൽ എടുക്കുന്ന കാര്യങ്ങളൊക്കെ, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ, പ്രൂഫ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം പല ഫേംസേഴ്സ് സ്കിൽഡ് ഫണ്ടഡ് ട്രേഡർ, ട്രേഡേഴ്സ്, അങ്ങനെ എന്താ പറയുക, MFF, അങ്ങനെ ഓൾമോസ്റ്റ് ഒരുവിധം എല്ലാ പ്രോപ്പ് ഫേംസിലും ചലഞ്ചസ് കാര്യങ്ങൾ എടുത്ത ആളാണ് ഞാൻ. അന്ന് പാസ്സാവുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു ഡീസൻറ്റ് എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് എനിക്ക് വിഡ്രോവൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പല ഇഷ്യൂസായി കമ്പനീസ് അടച്ചുപോയ സിറ്റുവേഷൻസ് വന്നു. സോ മാർക്കറ്റിൽ അവർക്കൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം കറൻ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് FTMO ആണ്. FTMOയിൽ ഇപ്പം ഓൾമോസ്റ്റ് 5-6 ഇയേഴ്സ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. വിഡ്രോവൽ ലോൺ ടൈം കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന പ്രോപ്പ് ഫേമും FTMO തന്നെയാണ്. വേറെയും കുറേ പ്രോപ്പ് ഫേംസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് കാര്യങ്ങൾ നടത്തി അതിൽ അക്കൗണ്ട്സ് കാര്യങ്ങൾ എടുക്കാവുന്നതാണ്. FTMO പറ്റി ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിൽ നിങ്ങൾക്ക് ഒരു 100% എന്താ പറയുക, 100% ഇല്ലെങ്കിൽ ഒരു 99% പിന്നെ ക്രെഡിബിലിറ്റി ഞാൻ പറയും. കാരണം ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഫേമാണ്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ഒക്കെ സെറ്റാണ്. പിന്നെ നല്ലപോലെ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയൊരു ഫേമാണ്. അതുകൊണ്ട് തന്നെ FTMO ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, സോ ആ ഒരു ഫേമിൽ നിങ്ങളൊരു $10,000 അക്കൗണ്ട് എടുക്കാൻ നമുക്ക് $100 താഴെ മാത്രമേ എമൗണ്ട് വേണ്ടുള്ളൂ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. $93 എങ്ങനെയാണെന്ന് തോന്നുന്നു ഇപ്പം. ഓക്കെ, അപ്പോൾ ആ ഒരു ചലഞ്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഫസ്റ്റ് ഒരു പിന്നെ $10,000 ഒരു അക്കൗണ്ട് തരും. അത് ഡെമോ അക്കൗണ്ട് ആയിരിക്കും. ചലഞ്ച് 1 ആയിരിക്കും. 2 സ്റ്റെപ്പ് ചലഞ്ചാണ് നോർമലി വരിക. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 10% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ 10% പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചലഞ്ച് സ്റ്റെപ്പ് പാസ്സാവും. നെക്സ്റ്റ് ഫേസിലേക്കുള്ള എൻട്രി കിട്ടും. അപ്പം ഈ ചലഞ്ച് പാസ്സാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സർട്ടൺ റൂൾസ് കാര്യങ്ങളുണ്ട്. അതായത് ഡെയിലി നമ്മൾ എടുക്കുന്ന ലോസിനൊരു ലിമിറ്റ് ഉണ്ട്. 5% ലോസ് മാത്രമേ നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റുള്ളൂ. അതായത് $10,000 അക്കൗണ്ടിൻ്റെ 5% എത്രയാണോ ആ ഒരു 5% ലോസ് മാത്രമേ നമുക്ക് ഡെയിലി എടുക്കാൻ പറ്റുള്ളൂ. അതിന് മേലെ ലോസ് വന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആവും, കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യും. പിന്നെ ടോട്ടൽ ഓവറോൾ ലോസ് എന്ന് പറയുന്നത് 10% ആയിരിക്കും, അല്ലെങ്കിൽ 8%, അത് ഡിപ്പെൻസ്. ഇപ്പോൾ 10% ആണെങ്കിൽ അതായത് $1,000 ആയിരിക്കും 10,000-ൻ്റെ 10% പറയുന്നത്. അപ്പോൾ $1,000 ആണ് ഓവറോൾ ലോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അതായത് ഞാൻ ഇന്ന് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തു, ഞാൻ ഇന്നൊരു
5% അടുത്തൊരു 4% ലോസ് എടുത്തു. അപ്പോൾ $10,000 ഓൾറെഡി നമുക്കൊരു $9,600 എന്നുള്ള റേഞ്ചിലേക്ക് മാറും. ഇനി നാളെ ട്രേഡ് എടുക്കുന്ന ടൈമിൽ എനിക്ക് ബാക്കിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 6% മാത്രമാണ്. ഓവറോളിൻ്റെ അതിൽ നിന്ന് 4% ഓൾറെഡി പോയി. ഇനി 6% മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ 6% കംപ്ലീറ്റ്ലി ആ ദിവസം തന്നെ നമുക്ക് ലോസ് എടുക്കാൻ പറ്റില്ല. 6% അടുത്ത് വരെ 5% എന്ന് പറഞ്ഞ റൂൾ ഉണ്ടല്ലോ, അത് ഡെയിലി 5% മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നും സെക്കൻഡ് ഡേ ഞാൻ വീണ്ടും 4% ലോസ് എടുത്തതായിരിക്കും. അപ്പോൾ ടോട്ടൽ 8% ലോസ് എടുത്തു. ഇനി ബാക്കിയുള്ളത് 2% മാത്രമാണ് ലോസ് എടുക്കാൻ. അപ്പോൾ നെക്സ്റ്റ് ഡേ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ 2% കൂടെ ലോസ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ 2% മേലെ ലോസ് എടുത്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്രീച്ച് ആവും. ഓക്കെ, ഇതാണ് നോർമൽ സിസ്റ്റം. അപ്പോൾ ഇതിൽ പിന്നെ അങ്ങനെയുള്ള ഒരു റൂളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ബോധേഡായിരിക്കും, ഓക്കെ ഇത്ര ലോസ് എടുത്തേക്ക് ലോസ് കട്ട് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ലൈവ് അക്കൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഓൺ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്ന ടൈമിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ട്രേഡ് എടുക്കുന്ന ടൈമിൽ ഒരു ട്രേഡ് എടുത്തു, എൻറ്റർ ചെയ്തു, നമുക്ക് അത്യാവശ്യം ഒരു $1,000 ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ട്രേഡ് എൻറ്റർ ചെയ്തു, നമ്മൾ കണക്കാക്കുന്ന ഒരു $100 SL ഈ ഒരു ട്രേഡിൽ ഞാൻ കണക്കാക്കുന്നത് വിചാരിക്കും. അപ്പോൾ $100 അടുത്തേക്ക് പ്രൈസ് വരികയാണ്. എൻ്റെ SL ഞാൻ വിചാരിച്ചതിന് അഗെയിൻസ്റ്റ് മാർക്കറ്റ് പോയി $100 അടുത്തേക്ക് പ്രൈസ് വരികയാണെന്ന് കരുതുക. ആ ഒരു ടൈമിൽ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു തോട്ടാണ്, എന്തായാലും ക്യാപിറ്റൽ എത്രയാണ്, $900 കൂടെ ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ചിലപ്പം താഴേക്ക് ഒരു ഡിപ്പ് എടുത്ത് മേലേക്ക് തന്നെ പോയി പ്രോഫിറ്റബിൾ ആവുക എന്നുള്ളൊരു ചിന്ത നമ്മുടെ മൈൻഡിൽ വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ SL റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ മാനുവലായിട്ട് എക്സിറ്റ് ആവാൻ വിചാരിച്ചതാണെങ്കിൽ അത് എക്സിറ്റ് ചെയ്യാതെ അവിടെ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്യും. അങ്ങനെ വീണ്ടും പ്രൈസ് ഡ്രോപ്പ് വന്നു. മേ ബി ചില ടൈമിലൊക്കെ അത് നല്ലതിലേക്ക് വന്ന് പ്രോഫിറ്റബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ മോസ്റ്റ് ടൈമിലും ഈ പറയുന്ന പോലെ വീണ്ടും ഡ്രോ ഡൗൺ വന്ന് നമ്മുടെ ക്യാപിറ്റൽ കംപ്ലീറ്റ്ലി വൈപ്പായി പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് നമുക്ക് അവിടെ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണത്. ഓക്കെ, സോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ പ്രോഫേമിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് കുറഞ്ഞ് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രേഡ് എടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ടാവുള്ളൂ, ഓക്കെ 5% മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇൻ കേസ് അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ട് ബ്രീച്ച് ആവും. ഈ ബ്രീച്ച് ആയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അക്കൗണ്ട് പർച്ചേസ് ചെയ്ത് സ്റ്റാർട്ടിങ് മുതൽ വീണ്ടും തുടങ്ങണം എന്നുള്ളൊരു കാര്യം മൈൻഡിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഈ ഒരു ട്രേഡിങ് അല്ലെങ്കിൽ പ്രോഫോം ചലഞ്ചസിലൂടെ എടുക്കാൻ പറ്റും. അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു ഫസ്റ്റ് ഫേസ് ചലഞ്ച് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഫേസിൽ നമുക്ക് 5% ആണ് പ്രോഫിറ്റ് എടുക്കേണ്ടത്. 5% പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് അക്കൗണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ 5% പറയുമ്പോൾ അപ്പോഴും അവിടെ റൂൾസ് കാര്യങ്ങൾ സെയിം ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്കത് പാസ്സായി കഴിഞ്ഞാൽ ലൈവ് അക്കൗണ്ട് കിട്ടും. ആ ലൈവ് അക്കൗണ്ട് നമ്മൾ ട്രേഡ് ചെയ്ത്, അതിന് ടാർഗറ്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല ലൈവ് അക്കൗണ്ടിൽ. പക്ഷേ ഈ പറയുന്ന ഡ്രോ ഡൗൺ റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ടാർഗറ്റ് ഇല്ല. നമ്മൾ എത്ര പ്രോഫിറ്റ് എടുക്കുന്നത്, ഇപ്പം 100 ആണ് എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 200 ആണ് എടുക്കുന്നത്, 10,000 ആണ് എടുക്കുന്നത്, 50,000 ആണ് എടുക്കുന്നത്, വാട്ടെവർ എത്ര എമൗണ്ട് ആണെങ്കിലും ആ ഒരു എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് എടുത്ത് നമ്മൾ പ്രോഫിറ്റിൻ്റെ വിഡ്രോവലിൻ്റെ ഡേറ്റ് മോസ്റ്റ് കേസിൽ 14 ദിവസം കൊണ്ട് ഫസ്റ്റ് വിഡ്രോവൽ കിട്ടും. ആ 14ാമത്തെ ദിവസം നമ്മുടെ അക്കൗണ്ട് പ്രോഫിറ്റബിൾ ആണ്, എത്ര എമൗണ്ട് ആണോ ഉള്ളത് ആ എമൗണ്ട് നമുക്ക് വിഡ്രോവൽ കൊടുക്കാം. അതിൽ നിന്ന് 80% നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും, 20% അവരുടെ സ്പ്ലിറ്റ് ആയിരിക്കും. അങ്ങനെയാണ് ഈ പ്രോഫോംസിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു $100 മാത്രം ഇട്ട് നമുക്കൊരു $10,000 കിട്ടുകയാണ്. ആ $10,000 ഈവൻ 1% എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് $100 പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പോട്ടെ, മന്ത്ലി ഒരു 5% എടുക്കാമെന്ന് വെച്ചാൽ $500 ജനറേറ്റ് ചെയ്യാൻ പറ്റും. $500 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ഇന്ത്യൻ റുപ്പിയായി, ഏകദേശം 50,000 അടുത്ത്, അല്ലെങ്കിൽ 35,000-40,000 അടുത്ത് ആയി മന്ത്ലി എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ എമൗണ്ട് ഇട്ടിട്ട്, അതായത് 10,000 എമൗണ്ട് ഇട്ട്, 10,000 എന്ന് പറയാം, $100 എന്ന് പറയുന്ന എമൗണ്ട് ഇട്ടിട്ട്, $100 എന്ന് പറയുമ്പോൾ 10,000 താഴെയാണ് വരുന്നത്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ 10,000 ഇട്ടിട്ട് 50,000 മന്ത്ലി എടുക്കുക എന്ന് പറയുന്നത് അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ പോസിബിൾ ആവുന്ന കേസ് ഉണ്ട്, പല ആൾക്കാർക്കും ചെയ്യാൻ പറ്റും. അത് ബൈ എക്സ്പീരിയൻസ് ബൈ ടൈം കിട്ടുന്ന കാര്യമാണ്. പക്ഷേ ഹൈലി റിസ്ക്കിയാണ്. ഈ ഒരു കേസിൽ 10,000 വെച്ചിട്ട് നമുക്കൊരു 500 ജനറേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിസ്ക് കുറവുള്ളതും പ്രോബബിലിറ്റി കൂടുതലുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസസ് ആർ ഹൈ അങ്ങനെയുള്ള എമൗണ്ട് ജനറേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള നമുക്ക് 100K 200K വരെ അക്കൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. 100K എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 1 CRൻ്റെ അക്കൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. 200K എന്ന് പറയുമ്പോൾ 2 CRൻ്റെ അടുത്ത് ഓൾമോസ്റ്റ്.
ഇത് പാസ്സാവുകയാണെങ്കിൽ നമുക്ക് മുന്നിലുള്ളൊരു സാധ്യത എന്താണെന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കുക. ഈ ഒരു $1,00,000 അക്കൗണ്ട് എടുത്തതിൽ നിന്ന് നമ്മളൊരു 10% നമ്മളൊരു മന്ത്ലി നമുക്ക് വിഡ്രോവൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ $10,000 വിഡ്രോവൽ എടുക്കാൻ പോകുന്നത്. 10,000ൽ 80% വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് $8,000 കിട്ടും. ഏകദേശം 8 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് പ്രോഫിറ്റ് അതിന് കിട്ടും. അപ്പോൾ ഇത്രയും വലിയൊരു പോസിബിലിറ്റി ഈ ഫണ്ടഡ് ഫേംസിൻ്റെ അടുത്തുണ്ട്. പക്ഷേ അതിൽ പിന്നെ ഡിസഡ്വാൻറ്റേജസ് കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം നമ്മുടെ ഒരു ഇതിന് സർട്ടൺ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഇതിൽ ഈ പറയുന്ന പോലെ വലിയ റൂൾസ് കാര്യങ്ങളില്ല എങ്കിൽ പോലും ഒരു റൂളിൻ്റെ ഇതിൽ ചെയ്യേണ്ടി വരും. മറ്റേതാകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ട്രേഡ് ചെയ്യാം. ചെറിയ ക്യാപിറ്റൽ എടുത്ത് ചെയ്യുന്ന ടൈമിലും വാട്ടെവർ ഏത് ക്യാപിറ്റലാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിൽ ഹോൾഡ് ചെയ്യാം, ഇഷ്ടത്തിന് ഇത് ചെയ്യാം. 5% പറഞ്ഞ റൂൾ അതില്ല. 5% കൂടുതൽ ലോസ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നോർമൽ അക്കൗണ്ടിൽ പ്രശ്നമില്ല. പക്ഷേ ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പിന്നെ എന്താ പറയുക, നല്ല ചാൻസസ് കുറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ, പ്രോഫിറ്റബിലിറ്റിയുടെ പൊട്ടൻഷ്യലൊക്കെ കുറവാണ് ചെറിയ ക്യാപിറ്റൽ എന്ന് പറയുന്ന ടൈമിൽ. അപ്പം ഈ ഒരു അക്കൗണ്ട് നിങ്ങളുടെ ബിഗിനർ ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും ഹൂവർ ഇറ്റ് ഈസ് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ ബെസ്റ്റ് ആയിരിക്കും. കാരണം ഞാൻ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 7 ഇയേഴ്സിന് അടുത്തായി. അപ്പോൾ ആ ഒരു ടൈം പീരീഡിൽ എനിക്ക് വന്ന പ്രശ്നം എന്ന് പറയുന്നത് ക്യാപിറ്റൽ തന്നെയാണ്. ഫസ്റ്റൊക്കെ ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ പ്രോഫേംസിനെ പറ്റി അറിയും, പ്രോഫേംസിലേക്ക് എടുക്കുകയും പിന്നെ എനിക്കതിൽ നല്ല പെട്ടെന്ന് തന്നെ അതിൽ ചലഞ്ച് പാസ്സായി. ഫസ്റ്റ് തന്നെ കിട്ടിയതോ കാര്യങ്ങളോ അല്ല. ഞാൻ ഓൾമോസ്റ്റ് 16-17 ചലഞ്ചസ് എടുത്തിട്ടുണ്ട്. അതിൽ മീൻസ് പാസ്സായി വരാൻ, ഫസ്റ്റ് പാസ്സാവാൻ വേണ്ടി ഞാൻ ഒരു ഓൾമോസ്റ്റ് 13-14 ചലഞ്ചസ് എടുത്തതിന് ശേഷം അതൊക്കെ ഫെയിലായതിനു ശേഷമാണ് ഞാൻ പാസ്സായിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം എനിക്കൊരു എന്താ പറയുക, ആ ഒരു ട്രാക്കിലേക്ക് വരികയും എങ്ങനെ എടുക്കണം, എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ ട്രേഡ് അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒരു 2 അക്കൗണ്ട് എടുക്കുന്നതിൽ 1 പാസ്സാവും, അല്ലെങ്കിൽ 3 അക്കൗണ്ട് എടുക്കുന്നതിൽ ഞാൻ 2 പാസ്സാവും. ആ രീതിയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ പിന്നെ അതിൽ നിന്ന് എനിക്ക് നല്ല പോലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റി. 10,000-ഉം 15,000-ഉം 16,000 ഒക്കെ വിഡ്രോവൽ, വൺ ടൈം വിഡ്രോവൽ എടുത്ത ടൈമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഡിസ്കോഡ് ചാനലിൽ ഞാൻ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൂഫ് സഹിതം ഇട്ടിട്ടുണ്ട്, വെറുതെ പറയല്ല. നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ ഇയറൊക്കെ ഉള്ളതാണ്. 23-22 എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴും FTMO ചലഞ്ച് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പോസിബിലിറ്റി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്യാപിറ്റലും ഓൺ ക്യാപിറ്റലും എന്താ പറയുക അക്യുമുലേറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പം എന്തുകൊണ്ടും ഒരു ട്രേഡറെ സംബന്ധിച്ച് ഒരു എന്താ പറയുക നല്ലൊരു സംഭവം തന്നെയാണ് പ്രോഫേമിൽ അക്കൗണ്ട് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ. നിങ്ങൾ മേ ബി ഫെയിലാവാം, പല ടൈം ഫെയിലാവാം, പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് അത് പാസ്സാവാനുള്ള ഇതിന് വേണ്ടി മെനക്കെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ നിങ്ങളത് പാസ്സാവും. അത് പാസ്സായി കഴിഞ്ഞാൽ അത്രയും ചലഞ്ചസ് ഫെയിലായതിൻ്റെ കംപ്ലീറ്റ്ലി റിക്കവർ ആവാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം മതിയാവും. ഒരൊറ്റ പ്രാവശ്യമുള്ള പ്രോഫിറ്റ് മതിയാവും. അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. എൻ്റെ ഒരു സജഷനാണ്, മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് പോകുന്നുണ്ടെങ്കിൽ ഒരു $100 10,000 അക്കൗണ്ട് കിട്ടും, $100 നമുക്ക് പോവുള്ളൂ. ആ ഒരു $100 പോയാൽ നമ്മളെ മുന്നിലേക്ക് കിട്ടുന്ന പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ നമുക്ക് മുന്നിലേക്ക് വരുന്ന ആ ഒരു ഓപ്പണായി വരുന്ന ആ ഒരു പോസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഹൈ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾക്ക് നല്ലൊരു ഇത് ജനറേറ്റ് ചെയ്യാനൊക്കെ. സോ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് FTMO അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ലിങ്ക് കാര്യങ്ങൾ അഫിലിയേറ്റ് ലിങ്ക് ഉണ്ട്, അത് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് യൂസ് ചെയ്ത് ചലഞ്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മേ ബി ഡിസ്കൗണ്ട്സ് കാര്യങ്ങൾ കിട്ടാം. അതുമല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്താൽ സോൾവ് ചെയ്ത് തരാൻ പറ്റാവുന്നതാണ്. ഓക്കെ, സോ ഫണ്ടഡ് ഫേംസിൽ എടുക്കണോ വേണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻസിന് ഞാൻ എപ്പോഴും എടുക്കാൻ വേണ്ടിയേ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് നല്ലൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും കൂടെ അത് ഇത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് തന്നെ പാസ്സാവാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും പറയില്ല ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ പാസ്സാവാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കര ഈസിയാണെന്നുള്ള കാര്യങ്ങളൊന്നും പറയില്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായ ഇതുണ്ട്. അതായത് നമ്മളൊന്നൊരു കാര്യം പെട്ടെന്ന് നമുക്ക് പാസ്സാവാനോ ഇതാവാനോ പറ്റില്ല. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ട് നിങ്ങളതിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുക. നല്ല രീതിയിൽ സെറ്റപ്പ്സ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ഫണ്ട് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു മാർഗ്ഗമായിട്ട് അതിനെ കണ്ടിട്ട് പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്ത് ചലഞ്ചസ് പാസ്സായി
പ്രോഫിറ്റ് എടുക്കാനുള്ള ട്രൈ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ചലഞ്ചസ് കാര്യങ്ങൾ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറയാണ്. കാരണം നമ്മുടെ ചാനലിൽ തന്നെയുള്ള കുറേ പേര് ചാലഞ്ചസ് എടുത്ത് പാസ്സായി നല്ല രീതിയിൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കാര്യങ്ങൾ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഇതുവരെ എടുത്തതിൽ നല്ല എമൗണ്ട് കാര്യങ്ങൾ പ്രോഫിറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ അഡ്വൈസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഇതുകൊണ്ട് ഒരാൾ പ്രോഫിറ്റബിൾ ആവാൻ പറ്റുന്നു, അവർക്ക് കൂടുതൽ ട്രേഡിങ്ങിൽ ഫോക്കസ് ചെയ്യാൻ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണല്ലോ. സോ ട്രൈ ചെയ്യുക. ഈവൻ അതല്ലാത്തവർ ചെറിയ ക്യാപിറ്റൽ യൂസ് ചെയ്യാതെ നോർമൽ അക്കൗണ്ട്, ഞാൻ മുന്നേ ഇതിലൊക്കെ പറഞ്ഞതാണ്, കഴിഞ്ഞ വീഡിയോസ് കാര്യങ്ങൾ വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു എമൗണ്ട് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ ഓൺ അക്കൗണ്ട് ആണെങ്കിൽ മിനിമം ഒരു $1000 ഇട്ട് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ബിഗിനർ എന്നുള്ള രീതിയിലല്ല. പഠിക്കുന്ന ടൈമിൽ നിങ്ങൾ $100 $50 ഒക്കെയാണ്. അല്ലാത്ത ടൈമിൽ $1000 എങ്കിലും വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവഞ്ച്വലി ലോസിലേക്ക് വരാനുള്ള ചാൻസസ് ഹൈ ആണ്. അതെന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ സൈക്കോളജി ഓഫ് ട്രേഡർ എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. പിന്നെ കൂടുതൽ വീഡിയോസ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിന് മേലെയാണ് വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.